ഹലോ, നമുക്കിന്നൊരു അടിപൊളി വെണ്ടയ്ക്കാത്തോരൻ ഉണ്ടാക്കാമേ. അതിനായിട്ട് നല്ല കഴുകി ക്ലീനാക്കിയ കുറച്ച് ഫ്രഷ് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക എല്ലാം കട്ടി കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഈ ഒരു കട്ടിക്കാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. തീരെ നൈസായിട്ടാണ്. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ 2 വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും 3 പച്ചമുളക് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക എല്ലാം ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പെല്ലാം മാറുന്നിടം വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം വെണ്ടയ്ക്കയിലേക്ക് ആവശ്യമായ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് മാറിയതിന് ശേഷമേ ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. പിന്നീട് അതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പീര കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പീരയുടെ പച്ച ടേസ്റ്റ് മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. വെണ്ടയ്ക്ക അടച്ചു വെച്ച് വേവിച്ചാൽ ആവി വെള്ളം വീണ് വെണ്ടയ്ക്കയിലെ വഴുവഴുപ്പ് മാറത്തില്ല കേട്ടോ.